നമസ്കാരം. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും മറ്റൊരു പരിഷ്കാരവുമായി രംഗത്ത്. നേരത്തെ അനധികൃത കുടിയേറ്റക്കാരായ കുറ്റവാളികളെ നാടുകടത്തിയതിന് പിന്നാലെ ഇപ്പോൾ ട്രംപ് പറയുന്നത് തദ്ദേശീയരായ, അതായത് അമേരിക്കക്കാരായ കൊടും കുറ്റവാളികളെയും എൽ സാൽവഡോറിലെ കുപ്രസ്ഥമായ ജയിലിലേക്ക് മാറ്റും എന്നാണ്. ഇതിനെതിരെ അമേരിക്കയിൽ അതിശക്തമായ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം എൽ സാൽവഡോർ പ്രസിഡന്റ് നയീബ് ബുഖേലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എൽ സാൽവഡോർ അടിയന്തരമായി 5 തടവറകൾ കൂടി നിർമ്മിക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊടും കുറ്റവാളികളെ ഈ ജയിലിലേക്ക് അയക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ എൽ സാൽവഡോറിലെ ഈ ജയിലാകട്ടെ തടവുകാരെ ഏറ്റവും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നതിന് കുപ്രസിദ്ധി നേടിയതാണ്. വളരെ ഇടുങ്ങിയ മുറികളാണ് ഇവിടെയുള്ളത്. ഇതിനകത്താണ് വളരെയധികം കുറ്റവാളികളെ ഒരുമിച്ച് പാർപ്പിക്കുന്നതും മറ്റും. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഈ ഒരു നിലപാടിനെതിരെ പലതവണ രംഗത്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ഡെമോക്രാറ്റുകളുമൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം ശരിയായതല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് അമേരിക്കയിലെ പൗരന്മാരെ മറ്റൊരു രാജ്യത്തെ കുപ്രസ്ഥമായ തടവറയിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കുറ്റം ചെയ്തത് ആരാണെങ്കിലും അവരുടെ മേൽ കർശനമായ ശിക്ഷാ നടപടി തന്നെ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കുറേ പേരെ എൽ സാൽവഡോറിലേക്ക് ഈ കുപ്രസിദ്ധമായ തടവറയിലേക്ക് മാറ്റുന്നതെന്ന്. അമേരിക്കയിലെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ ആരോപിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും അജ്ഞത നിറഞ്ഞ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. ട്രംപിൻ്റെ പല നടപടികളും ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ തകർക്കുന്ന തരത്തിലുള്ളതാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിനോട് അമേരിക്കക്കാരെ തടവിൽ പാർപ്പിക്കാനായി തടവറകൾ നിർമ്മിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നത് എന്നുമാണ് അവർ ആരോപിക്കുന്നത്. എൽ സാൽവഡോറിലെ പ്രസിഡന്റിനോട് ഡൊണാൾഡ് ട്രംപ് പുതിയ തടവറകൾ നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ എൽ സാൽവഡോറിലെ ഔദ്യോഗിക ടെലിവിഷൻ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതും അവർ സംപ്രേഷണം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കൂടെ സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ എതിർപ്പ് ട്രംപിന് നേരെ ഉയരാനാണ് സാധ്യത. കുറ്റവാളികൾക്കെതിരെ നിലപാട് കർശനമാക്കുന്നത് ശരിയായ നടപടിയാണെങ്കിലും മറ്റൊരു രാജ്യത്തെ തടവറയെ കൊണ്ടുപോയി അവരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നതിനോട് അമേരിക്കൻ ജനത ഒരു തരത്തിലും അത് അംഗീകരിക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് തൻ്റെ തീരുമാനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അറ്റോർണി ജനറൽ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതായത് അമേരിക്കയിലെ തടവുപുള്ളികളെ മറ്റൊരു രാജ്യത്തെ തടവറയിൽ പാർപ്പിക്കുന്നതിൻ്റെ നിയമപരമായ കാര്യങ്ങളാണ് അദ്ദേഹം പരിശോധിക്കുന്നത് എന്നാണ്. നിയമപരമായി ഇതിന് ഒരുപക്ഷെ സാധ്യത ഉണ്ട് എന്ന് തെളിഞ്ഞാൽ പോലും സ്വന്തം രാജ്യത്തെ കുറ്റവാളികളെ മറ്റൊരു രാജ്യത്ത് തടവറയെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം.